ഗം ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കേണ്ടവർ പ്രത്യേകം പറയുന്നു, ഈ നമ്പറിലല്ല വിളിക്കേണ്ടത്, സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ തന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് പലതവണ പറഞ്ഞു, എന്നിട്ട് ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായി ദേവീ മാഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേവീ മാഹാത്മ്യം ആ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ ദേവിയുടെ മഹത്വം വിളിച്ചു പറയുന്ന ഗ്രന്ഥമാണ്. അതിൽ തന്നെ 11-ാം അധ്യായം അത്യധികം ശ്രേഷ്ഠമായ അധ്യായമായി പറയപ്പെടുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ അധ്യായങ്ങളിലായി നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ വക കാര്യങ്ങളിൽ തൽപരരായവർക്ക് ഇത്തരം വർത്തമാനങ്ങൾ ഉപകരിക്കും. അല്ലാത്തവർക്ക് ഇതൊക്കെ ഒരു അവർക്ക് അത് ഉൾക്കൊള്ളാനേ കഴിയില്ല. എന്താണിത്, അങ്ങനെയൊക്കെ ആണല്ലോ. അത് എന്നും ലോകം തുടങ്ങിയ മുതലേ ഉള്ളൊരവസ്ഥ തന്നെയാണ്. ഭക്തിയുള്ളവരും ഇല്ലാത്തവരും അവർ രണ്ട് തട്ടായിട്ടുണ്ടാവും. പക്ഷെ അതിന് രണ്ടിനും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എവിടെയും ഇങ്ങനെ ആരും കർശനമായിട്ടിങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല. അല്ല, ദൈവം അങ്ങനെ ആരോടും പറഞ്ഞിട്ടുമില്ല എൻ്റെ അറിവിൽ. പിന്നെ സെമിറ്റിക് മതങ്ങളിലൊക്കെ അത് വ്യത്യാസമുണ്ട്. പക്ഷേ ഹിന്ദുധർമ്മത്തിൽ അത് വലിയ വ്യത്യാസം, ആ വക കാര്യങ്ങളിൽ വലിയ വ്യത്യാസമാണ്. ഇങ്ങനെ ഇന്നേതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കർശനമായിട്ടൊന്നും എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുമില്ല. എനിക്കാരും എൻ്റെ ഗുരുനാഥന്മാരാരും എന്നോടങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറഞ്ഞു തന്നിട്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ലല്ലോ മനുഷ്യരെ. ഹലോ നമസ്കാരം. നമസ്കാരം. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്തോ വ്യക്തമാവുന്നില്ല. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആ, ചെറുകുന്ന്. എന്തോ ക്ലിയർ ഇല്ലെന്ന് തോന്നുന്നു. എന്തോ ഒരു എക്കോ അടിക്കുന്നു. നിങ്ങൾ വോളിയം കുറക്കും. ആ, അതെ, എക്കോ ഉണ്ട്. അതാണ് 12. ടിവിയുടെ വോളിയം നല്ലോണം കുറക്കൂ. 12/9/58 സെപ്റ്റംബർ 12/58. 12/9/58. സമയം പറയൂ. രാവിലെ 4:46. ആരുടേതാണ്? നിങ്ങളെ തന്നെയാണോ? അതെ അതെ. എന്താണ്? ഞാൻ കഴിഞ്ഞ മാസം നിങ്ങളെ വിളിച്ചിരുന്നു. അപ്പൊ 1-2 കാര്യം ഞാൻ ചോദിക്കാനായിട്ട് വിട്ടുപോയിരുന്നു. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വിളിക്കുന്നത്. എന്തായിരുന്നു വിട്ടുപോയ കാര്യം? ഞാൻ കഴിഞ്ഞ മാസം ഗുരുവായൂർ ദർശനം നടത്തി, കൊടുങ്ങല്ലൂർ ദർശനം നടത്തി, മൂകാംബിയൊക്കെ ദർശനം നടത്താറുണ്ട്. നമ്മുടെ ദേവി ചൈതന്യം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് നല്ലപോലെ ഉണ്ടെന്ന് അറിയണം. അല്ല, അത് നിങ്ങളുടെ അനുഭവങ്ങളും കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അത് പ്രശ്നചിന്തയിലാണ്. ആ ദൈവികമായിട്ട് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ ഫലപ്രദമായോ എന്നുള്ളത് അത് ജാതക ചിന്തയിലല്ല. ഈ ജാതകത്തിൽ കാണുക മുജ്ജന്മത്തിലുള്ള ഫലങ്ങളാണ്. ഈ ജന്മത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നചിന്തയിലാണ്.
അത് നന്നായിട്ട് ആ രൂപത്തിൽ പഠിച്ചവരെ സമീപിച്ചാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. പിന്നെ മുജ്ജന്മം കൊണ്ട് നിങ്ങൾ വ്യാഴമൊക്കെ തെളിഞ്ഞു കിടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ദൈവാധീനം ജഗൽ സർവം എന്നൊരു വർത്തമാനമുണ്ടല്ലോ. അപ്പം പിന്നെ അതേപോലെ വ്യാഴത്തിൻ്റെ തെളിച്ചം കൊണ്ടാണ് പൊതുവെ ജാതകത്തിലും പ്രശ്നചിന്തയിലും ഒക്കെ ഈ വ്യാഴത്തിൻ്റെ മറവും അല്ലെങ്കിൽ ദോഷം പിന്നെ അനിഷ്ടഭാവസ്ഥിതി നിൽക്കുന്നതൊക്കെ പൊതുവെ ദൈവാധീന കുറവായിട്ടാണ് പറയുക. നിങ്ങളുടെ ജാതകപ്രകാരം അതുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഈ ദൈവിക കർമ്മങ്ങൾ ഫലപ്രദമായോ എന്ന് നിങ്ങൾ ഒരു ഉത്തമനായ ജ്യോതിഷിയെ കൊണ്ട് രാശിചിന്ത നടത്തുന്നതായിരിക്കും നല്ലത്, അങ്ങനെ നിങ്ങൾക്ക് ഗൗരവത്തിൽ അറിയണമെങ്കിൽ. പിന്നെ ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ വലിയ മഹത്തായ ക്ഷേത്രങ്ങളാണ്. ഗുരുവായൂരമ്പലം അതിൻ്റെ ഇത് പറയേണ്ടതില്ലല്ലോ. അതേപോലെ കൊടുങ്ങല്ലൂർ ഭദ്രകാളി, മഹാഭദ്ര, പിന്നെ നിങ്ങൾ പറയുന്ന മൂകാംബിക അമ്മയാണ്. പരാശക്തിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രീകരണം നടന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് കൊടുങ്ങല്ലൂരും മൂകാംബികയും. അപ്പോൾ അവിടെയൊക്കെ ദർശനം നടത്തിയാൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും, അതിൻ്റെ ഗുണം ഉണ്ടാവും. അതിലെന്താ സംശയം? അല്ല, എനിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു ഗുരുവായൂർ പോയിട്ട് ഭക്തര് കണ്ണ് നനയുന്ന അനുഭവമാണ്. എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കണ്ണ് നനഞ്ഞിട്ടുണ്ട്. അകത്ത് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ആ, നല്ല കാര്യം, നല്ല കാര്യം. അത് നല്ല ലക്ഷണമാണ്. അതെ, ഒരു പ്രാവശ്യം നിങ്ങൾ അത് പറഞ്ഞത്, അതിപ്പറ്റി എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ആ, നല്ല ലക്ഷണമാണത്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും. ആ, ഓക്കെ ഓക്കെ, നല്ല കാര്യം തന്നെയാണത്. ഇപ്പൊ നടക്കുന്ന ദശ എങ്ങനെയായിരിക്കും? ദശ ഇപ്പം വ്യാഴത്തിൽ ശനിയുടെ അപഹാരമാണ് നടക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല. വ്യാഴത്തിൻ്റെ സ്വാപഹാരം കഴിഞ്ഞല്ലോ. പിന്നെ എപ്പോഴും ഞാൻ പണ്ടേ നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിന് അലട്ടുണ്ടാവും. അത് നിങ്ങളുടെ വിധിയാണ്. അത് ഈ ഭക്തിമാർഗത്തിൽ കൂടുതൽ സഞ്ചരിക്കുമ്പോൾ ആ അലട്ട് കുറഞ്ഞു വരും. ആ, ഓക്കെ ഓക്കെ. അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഏത് രൂപത്തിലെങ്കിലും അതിനെ കുറക്കാൻ നോക്കുക. ഇപ്പോൾ ഉള്ള അപഹാരം 25 മാസം വരെ ഉണ്ട്. അതായത് ഒരു 10-11 മാസവും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറേയും കൂടി നല്ല സമയമാണ്. ഇപ്പൊ തുടങ്ങിയല്ലോ അല്ലേ വ്യാഴദശ? വ്യാഴദശയിൽ ശനിയുടെ അപഹാരം. വ്യാഴം തുടങ്ങിയിട്ട് 3-4 വർഷമായല്ലോ. ഇപ്പൊ ശനിയുടെ അപഹാരമാണ്. ഓക്കെ. അപ്പൊ ഇത് ആയുസിനൊന്നും പ്രശ്നമൊന്നും, ആയുസിനും ആരോഗ്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? ആയുസിനൊന്നും വലിയ കുഴപ്പമൊന്നും ഇവിടെ കാണുന്നില്ല. ഭാര്യ മക്കൾക്കെല്ലാം ഒക്കെ നല്ലൊരു ജീവിതം പോകില്ലല്ലേ? വ്യാഴദശയില് ഒന്നിനും മുടക്കം വരില്ല. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ദേവി ഇപ്പം വിളിച്ച കോളർ പറഞ്ഞതുപോലെ ദേവി ഇതേപോലെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കണ്ണ് നനയുന്നതിനെ കുറിച്ച് ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു. അത് നല്ല ലക്ഷണമാണെന്ന്. അത് ആ വ്യക്തി ഓർത്തിട്ട് അത് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനത് അവിടെ ഫീൽ ചെയ്തു. അതാണ് അതിൻ്റെ കാര്യം. ഭക്തി ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ഭാവമാണ്. അത് അത്തരത്തിലുള്ള ഭാവങ്ങളൊന്നും ഇല്ലെങ്കിൽ വെറും യാന്ത്രികമായ ഒരു ടൂറ് പോകുന്ന പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെവിടെയായാലും എത്ര വലിയ മഹാക്ഷേത്രമായിട്ടും കാര്യമില്ല. മനോഭാവം അത് പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അത് അറിവുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാം. പിന്നെ കുറച്ചങ്ങോട്ടങ്ങോട്ട് മൂത്ത് പോകുമ്പോഴേ ചെറുപ്പക്കാർക്കൊക്കെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടൊക്കെ തെളിഞ്ഞു കിട്ടുള്ളൂ. അതുവരെ അങ്ങനെ അങ്ങോട്ട് പണ്ട് കവി പറഞ്ഞ പോലെ കുഞ്ഞേ ഇപ്പോൾ ഇതും ഇതിലപ്പുറവും തോന്നും എന്നോളമായാൽ അടങ്ങും എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ടല്ലോ. അപ്പോൾ യൗവനത്തിൻ്റെ തിളപ്പിൽ പലതും മുമ്പിൽ മറക്കപ്പെടും. അത് യാഥാർത്ഥ്യമാണ്. സത്യം എന്തെന്ന് മനസ്സിലാവാതെ പലപ്പോഴും യുവാക്കൾ നട്ടം തിരിയും. അത് പിന്നീട് അത് ശരിയാവുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ രീതി.
ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് മാധവങ്കലം. മാധവങ്കലം. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 27/9/1997. സമയം പറയൂ. 8:40 രാവിലെ. താങ്കളുടെ തന്നെയാണോ? എങ്ങനെ? ആരുടേതാണ്? ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? ആണിന്റെ എന്റെ തന്നെ. എന്താണ് ഇപ്പം അറിയേണ്ട വിഷയം? എല്ലാത്തിനും ഒരു തടസ്സമാണ്, ജോലിക്കായാലും ബാക്കി കാര്യങ്ങൾക്കെല്ലായാലും. അങ്ങനെ വലിയ തടസ്സങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. ജോലിക്ക് എന്ത് തടസ്സമാണ് അനുഭവപ്പെടുന്നത്? ഇപ്പോ മർച്ചന്റ് നേവിന്റെ കോഴ്സ് ചെയ്തില്ല, അപ്പോ ജോലി കിട്ടാൻ വേണ്ടി കുറച്ച്. അല്ല, അതൊക്കെ നിങ്ങളുടെ ജാതകം കുറേ എന്താ പറയുക, നല്ല ദൈവാനുഗ്രഹവും ഇതൊക്കെ ഉള്ളവൻ്റെ ജാതകം തന്നെയാണ്. പിന്നെ ഇപ്പം നടക്കുന്ന സർപ്പത്തിൻ്റെ അപഹാരം കൊണ്ട് ആയിരിക്കാം നിങ്ങൾ ഈ പറയുന്ന വിഷമങ്ങൾ. അത് 26 മാസം വരെ ഉണ്ട്. ശുക്രദശയാണ് നടക്കുന്നത്. പക്ഷേ ശുക്രദശയാണെങ്കിൽ ഇപ്പോൾ സർപ്പത്തിൻ്റെ അപഹാരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും നടക്കണമെന്നില്ല. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് മാറ്റമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് ആ കാര്യത്തിലേക്കൊന്ന് നമുക്ക് കടന്നു നോക്കാം. കാരണം ഈ ജാതകപ്രകാരം നിങ്ങൾ നന്നാവേണ്ട സമയം തന്നെയാണ്. ഈ ലഗ്നാധിപനായ ശുക്രൻ്റെ ദശ, ആ ശുക്രൻ വളരെ ബലവാനാണ് ജാതകത്തിൽ. അപ്പോൾ ഇപ്പം നന്നായില്ലെങ്കിൽ പിന്നെ വല്ലാതെ അങ്ങോട്ട് വൈകിപ്പോവും. അപ്പോൾ അത് തീരെ ഗുണം ചെയ്യില്ല. ഇപ്പോൾ കഴിയുന്നിടത്തോളം വേഗത്തിൽ തന്നെ നോക്കണം. അപ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ മാറ്റണമെങ്കിൽ അതങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെയ്യാം. ആ തടസ്സങ്ങൾ 100% മാറ്റിത്തരുക തന്നെ ചെയ്യും. അതൊന്നും വെറുമ്പാക്കല്ല. അങ്ങനെ വെറുമ്പാക്ക് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിക്കേണ്ട ഗതികേടൊന്നും ഇല്ല. അതുകൊണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെടാം, നമുക്ക് നോക്കാം. ഇങ്ങനെ പറയണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ബലമുണ്ടാവുമല്ലോ. ആ ബലം എന്തോ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. അത് നിങ്ങളുടെ പണിയല്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ നിങ്ങൾക്ക് കരണീയമായിട്ടുള്ളത്. മുത്തപ്പൻ പറഞ്ഞ പോലെയാ, വിശ്വസിച്ചവനെ ചതിക്കില്ല, ചതിച്ചവനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ മുത്തപ്പൻ്റെ ഒരു ഡയലോഗുണ്ട്. അതേപോലെയാണ് എൻ്റെ കാര്യവും. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, അതിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ദേവി കാണിച്ചു തരും. ഇനി നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദേവിയുടെ ഈ പിന്നെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ഡയലോഗ് അടിക്കാൻ പറ്റും. കാരണം വാക്കും അനുഭവവും തമ്മിൽ വലിയ വ്യത്യാസം വന്നാൽ മറ്റുള്ളവരുടെ കണ്ണിൽ എല്ലാ വിലയും പോവും. അതാണ് നമ്മൾ പറയുന്നതും അപ്പുറത്തെ അനുഭവങ്ങൾ ഒരുപോലെ ആയാൽ മാത്രമേ ഈ എല്ലാവരും അംഗീകാരവും ഭൂമിയിൽ ആർക്കും കിട്ടില്ല. അത് വേറെ കാര്യം. അതങ്ങനെ ആരും കൊതിക്കണ്ട. ഏതൊരു മനുഷ്യനായാലും രണ്ട് പക്ഷം അത് ഉറപ്പായിട്ടും ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ആരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. മഹാത്മാഗാന്ധി ജീവിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ കുറ്റം പറയാനും എതിർക്കാനൊക്കെ ആളുണ്ടായിരുന്നു. അത് എതിരാളികളല്ല, ഒരേ സംഘടനയിൽപ്പെട്ടവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ എവിടെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എതിരാളികളുമായിട്ടുള്ള അത് വേറെ കേസ്. അതല്ലാതെ തന്നെ ഒരു സംഘടനയിൽ തന്നെ, ഒരേ സംഘടന, അവരിൽ തന്നെ രണ്ട് അഭിപ്രായക്കാർ, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ പിന്നെ എല്ലാം ചില ആൾക്കാരുടെ താൻ പോരുമായി മിനിഞ്ഞ 2 ദിവസം മുമ്പ് ഒരുത്തനെ ഓടിച്ചത് കണ്ടില്ലേ, കോഴിക്കോട് വെച്ചിട്ട്
4 ലക്ഷം ഉറുപ്പ്യ മേടിച്ച് കീശയിലിട്ടിട്ട് പച്ചത്തെറിയ. അന്നേരം ആൾക്കാർ അവിടെയുള്ള കോഴിക്കോടുകാർ കുറച്ച് കുറഞ്ഞു പോയി. അടിച്ചു വിടേണ്ടതായിരുന്നു. തല്ലിയിട്ട് തന്നെയാണ് ഇവനെയൊക്കെ ഓടിക്കേണ്ടത്. കാരണം അവരുടെ 4 ലക്ഷം മേടിച്ചിട്ട് അവരെ പറയാതെ തെറിയൊന്നുമില്ല. അപ്പോൾ അത് കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം. ഞാനൊക്കെ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണെന്നാണ് വിചാരിക്കുന്നത് എൻ്റെയൊക്കെ കാര്യം. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു മോതിരമൊക്കെ കൊടുത്തിട്ടാണ് 2000-3000 ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് അരമണിക്കൂർ 1 മണിക്കൂർ ഡയലോഗ് അടിക്കുന്നതിന് 4 ലക്ഷം ഉറുപ്പ്യ. എന്താണ് കഥ? എന്നിട്ട് അതിന് 4 ലക്ഷം കൊടുത്തിട്ട് ഇവനെ ഒച്ചാനിച്ച് നിൽക്കുക, ഇവൻ്റെ വങ്കത്തരം കേൾക്കാൻ വേണ്ടിയിട്ട്. മോട്ടിവേറ്റർമാരെ മൊത്തം അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. കാരണം ആ ഗുരുവായൂരുള്ള അഭിഷാദോ അയാളൊക്കെ സൗമ്യമായിട്ട് കാര്യങ്ങൾ ജൂനിയേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള ക്ലാസ് എടുപ്പൊക്കെ വളരെ കറക്റ്റാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അയാളുടെ വർത്തമാനങ്ങൾ. ഒരു മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്ന വാക്കുകളല്ലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മോട്ടിവേറ്റർ തന്നെ അഹങ്കാരിയായ പിന്നെ എന്താണ്? അയാൾക്ക് ഈ പറയുന്ന ചങ്ങാതിക്ക് ഈഗോ തലക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് എന്താ പറയുക, മെഗലോമാനിയ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അവസ്ഥ. ഞാനാണ് വലിയവൻ, നിങ്ങളൊക്കെ ഒന്നുമല്ല എന്നുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാട് അത് ചില ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അത് പണ്ട് ചർച്ചിലിൻ്റെ ഒരു കഥയുണ്ട്. ചർച്ചിലിനോട് ആരോ ചോദിച്ചു, പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ 2ാം ലോക മഹായുദ്ധത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, അല്ല ഇതെങ്ങനെയാണ് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത്? ഭയങ്കര പ്രസംഗമാണ്. ചർച്ചിൽ, നെഹ്റു ഇവരൊക്കെ ഭയങ്കര പ്രാസംഗികന്മാരായിട്ട് അറിയപ്പെടുന്നവരാണ്. അപ്പോൾ ചർച്ചിൽ അതിന് മറുപടി പറഞ്ഞത്, മുമ്പിലുള്ള ആൾക്കാരൊക്കെ പൊട്ടന്മാരാണെന്ന് ഞാനങ്ങ് വിചാരിച്ചേക്കും. പിന്നെ പ്രശ്നമില്ലല്ലോ. മുമ്പിലുള്ള ഞാനിപ്പം എൻ്റെ മുമ്പിലുള്ള നിങ്ങൾ എൻ്റെ ഫേസ് ടു ഫേസ് അല്ലെങ്കിലും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങൾ പലരും ജ്യോതിഷം പഠിച്ചവരുണ്ടാകും, എന്നേക്കാൾ അറിവുള്ളവരുണ്ടാവും. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്കെന്തും വിളിച്ചു പറയാലോ. ഈ എൻ്റെ പരിപാടി കാണുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാണെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ചർച്ചിലിന് കാലിന് എന്താ പറയുക, അഹങ്കാരത്തിന് കാലും കയ്യും വെച്ച വർത്താനമായിപ്പോയി ചർച്ചിലിൻ്റെ ആ വാക്ക്. പക്ഷേ ചർച്ചിൽ അതിന് മാത്രം അറിവുള്ളവനായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല, ഭയങ്കരനായിരുന്നു. പക്ഷേ ഈ ഒരു ഡയലോഗ് ചർച്ചിലിനൊരു കളങ്കമായിപ്പോയി. അതേപോലെ അതാണ് ഇന്നലെ എനിക്ക് ഓർമ്മ വന്നത്. ഈ മോട്ടിവേറ്റർ ഓടുന്ന കാണുമ്പോൾ അവൻ്റെ അമ്മയുടെയോ അല്ലെ അപ്പൻ്റെയോ എന്തോ സുഹൃതം കൊണ്ട് അടിമേടിച്ചില്ല. ഇതൊക്കെ ആരായാലും തല്ലിപ്പോകുന്ന കേസാണ്. അപ്പോൾ ഇതൊക്കെ മനുഷ്യനെ ഒരു എത്ര വലിയ ഇതുണ്ടായാലും ഒരു ഉൾക്കാഴ്ച. ഇപ്പം അധികവും ഒറ്റബുദ്ധിക്കാരാണ്. ഈ ഒറ്റബുദ്ധിയാണ് ഈ അപകടം ചെയ്യുന്നത്. പിന്നെ അപരത്വമില്ലായ്മ, മറ്റേവരെന്ത് അവരെപ്പറ്റി ചിന്തയില്ലാതെ മുമ്പിലുള്ളവർ തെറി പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ഇതില്ല. അത് അപരത്വമില്ലായ്മയാണ്. അത്തരം വ്യക്തികൾ സ്വയം കുഴിയിൽ ചാടുമെന്ന് മാത്രമല്ല വളരെ വളരെ അപഹാസ്യരായി മാറുകയും ചെയ്യും. അത് പറഞ്ഞു തന്നെന്ന് മാത്രം. ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചോളുക. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പറയൂ. 1989 ജനുവരി 23. 1989 ജനുവരി 23. സമയം പറയൂ. രാത്രി 9:30. ആയില്ലോ. ആ, എന്താണ് അറിയേണ്ട കാര്യം? പറയൂ. ഇപ്പോഴത്തെ സമയം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ സമയം
അത് നല്ല ചന്ദ്രദശ നടക്കുന്ന സമയമാണ്. എങ്കിലും രാഹുവിൻ്റെ അപഹാരമാണ് 25 ഒന്നാം മാസം വരെ, അതായത് ഒരു 7 മാസം കൂടി. അതുകൊണ്ട് തന്നെ പലപ്പോഴും മനസ്സിനൊരു സമാധാനമില്ലാത്തൊരവസ്ഥ വന്നു ചേരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. PSC ഒന്നും അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും മനസ്സിലില്ല? മുന്നേ എഴുതിയിട്ടുണ്ടായിനി, ഇപ്പൊ എഴുതാറില്ല. ഇപ്പൊ ആ വിചാരം ഇല്ല? ഇല്ല. എന്നാ പിന്നെ വിചാരം ഇല്ല, വിട്ടേക്കൂ. വിചാരം തീരെ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, കാരണം ഇപ്പം പൊതുവേ എല്ലാവർക്കും ആണിനായാലും പെണ്ണിനായാലും ജോലിക്ക് വലിയ താല്പര്യത്തോടു കൂടി നീങ്ങുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാണ്. ഏതായാലും ഭർത്താവിനെ കൊണ്ട് നേട്ടം തന്നെയാണ് അല്ലേ? വീടൊന്നും ആയിട്ടില്ല. അല്ല, വീടൊക്കെ ആവാനാവുന്നല്ലേ ഉള്ളൂ. വീടൊക്കെ മെല്ലെ മെല്ലെ അങ്ങോട്ട്, അത്ര വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, ഇനിയും സമയമുണ്ടല്ലോ. ചൊവ്വാദശ വളരെ അനുകൂലമായിട്ടാണ് ഈ ജാതകത്തിൽ കാണുന്നത്. ആ സമയമായിരിക്കും എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും വരിക എന്ന് പറയാം. അതായത് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ കൂടുതൽ മെച്ചങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ആ സമയത്തായിരിക്കും നമ്മളുടെ എല്ലാവിധ അഭിവൃദ്ധിയും. 40 വയസ്സിന് മേലോട്ടായിരിക്കും. അതുവരെ ഒരു മീഡിയത്തിൽ അങ്ങനെ പോവുകയേ ഉള്ളൂ. ചൊവ്വാദശ എന്തായാലും ഈ ജാതകപ്രകാരം കുറേ ബലവാനായ ചൊവ്വയാണ്, സൗഭാഗ്യങ്ങൾ തരുന്ന ചൊവ്വയാണ്. ആ ചൊവ്വയിൽ എല്ലാ നന്മയും വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് അർത്ഥം. പിന്നെ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്നതൊക്കെ ചന്ദ്രൻ മറഞ്ഞ ജാതകമാണ്. കുടുംബത്തിൽ തന്നെ ഒരു ദേവി ഉണ്ടായിരുന്നു എന്നുള്ള കാണുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. അത്തരത്തിലുള്ള വാസനയുണ്ടോ? ഇല്ല. ഇല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ അത് വിട്ടേക്കൂ. വാസന ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയത് 35 വരേണ്ട, ആ വാസന വരേണ്ടതാണെങ്കിൽ അതിൻ്റെ സമയമായി. അപ്പോൾ ഇനിയും വന്നില്ലെങ്കിൽ പിന്നെ വലിയ ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല വെറുതെ. ചന്ദ്രദശ നല്ലതല്ല. ഓ, ചന്ദ്രദശ മറഞ്ഞ ചന്ദ്രനാണ്, മീഡിയത്തിൽ ബലവാനായ ചന്ദ്രനാണ്, പക്ഷേ മറിഞ്ഞുപോയി. അതുകൊണ്ട് സമ്മിശ്ര ഫലമായിരിക്കും. അതായത് പിന്നെ ചിലപ്പോൾ നല്ലത്, ചിലപ്പോൾ പിന്നെ മോശം, അങ്ങനെ. ഇപ്പം ശരീരം നല്ല പുഷ്ടിയുണ്ടോ ഇപ്പോൾ? അപ്പോൾ ചന്ദ്രദശേൻ്റെ ഗുണം ഈ പിന്നെ സ്കിന്നിനൊക്കെ നല്ലൊരു തിളക്കം തോന്നുന്നുണ്ടോ? ചോദിച്ചതിന് കൃത്യമായ ഉത്തരം പറയൂ. അതായത് സ്കിന്നില്ലേ നമ്മളുടെ തൊലി, ആ തൊലി നല്ല തിളക്കമുണ്ടോ എന്നാ ചോദിച്ചത്. ഇല്ലേ? എന്നാ ചന്ദ്രദശ അത്ര ചന്ദ്രൻ ഗുണം ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ചന്ദ്രൻ പൂർണ്ണമായിട്ട് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ മുത്ത് തിളങ്ങുന്നത് പോലെ തിളങ്ങുമെന്നാണ് സ്കിന്ന്. അത് നിറം കൊണ്ടല്ല ഞാൻ പറയുന്നത്, നിറം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഞാനിത് പറയുന്നത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, തമാശയാക്കുന്നതല്ല. അപ്പോൾ സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത് വ്യാഴദശയിലും ചന്ദ്രദശയിലുള്ള ആളെയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ രാഹുദശയുള്ള ആൾക്കാരുടെ ഇങ്ങനെ നെറ്റിയിലും ഇവിടെയൊക്കെ ഒരു തരം പുക പിടിച്ച പോലെ ഉണ്ടാവും. ശനി വല്ലാതെ പിന്നെ ദോഷമായി ബാധിച്ചവർക്ക് മൂക്കിനൊക്കെ ഇങ്ങനെ കറുത്ത കലയൊക്കെ വരും. ഇതൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് തന്നെ, സാധാരണക്കാർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ശുക്രദശാകാലത്ത് മുടിക്ക് വല്ലാത്തൊരു കറുപ്പ് നിറം ഫീൽ ചെയ്യും. ഇതൊക്കെ വളരെ സത്യമായ കാര്യങ്ങളാണ്. അതാർക്കും പരിശോധിച്ച് നോക്കാവുന്നതേ. പക്ഷെ അങ്ങനെയുള്ള ആരും അതൊന്നും ശ്രദ്ധിക്കില്ലെന്ന് മാത്രം. ഞാൻ ഈ പണിയെടുക്കുന്ന ആളായതുകൊണ്ട് ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഈ സ്കിന്നിന് തിളക്കമുണ്ടാവുക എന്നുള്ളത് ചന്ദ്രദശയുടെ നല്ല ചന്ദ്രദശയാണെങ്കിൽ അത് ഉറപ്പായിട്ടും പറയും. അപ്പോൾ ഇവിടെ മറിഞ്ഞു കിടക്കുന്ന ചന്ദ്രനാണ്, അതുകൊണ്ട് അത്ര വലിയ തിളക്കമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എന്നാൽ തീരെ തിളക്കമില്ലാതെയുമില്ല. ശരീരത്തിന് പുഷ്ടിയൊക്കെ ഉണ്ട്, ക്ഷീണമൊന്നുമില്ല. മനസ്സിനൊന്നും വലിയ ചില സമയം അലട്ട് വരുന്നുണ്ടെങ്കിലും എപ്പോഴും അങ്ങനെ ഇല്ല. കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോകട്ടെ, എല്ലാം നന്നായി വരട്ടെ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തം നോക്കാവുന്നതാണ്. ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പരിവർത്തനം. ഉദാഹരണം, ഇപ്പോൾ എൻ്റെ ആഹുദശ ഒരു 35-36 വയസ്സ് വരെയുള്ളൊരു വ്യക്തികൾക്ക് സാധാരണഗതിയിൽ കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഒരു 36-37 വയസ്സ് വരെ രാഹു ആയിരിക്കും. പിന്നീടായിരിക്കും അവരുടെ ശരീരത്തിനെല്ലാം വലിയ മാറ്റങ്ങൾ വരുന്നത്. വ്യാഴദശ നല്ല വ്യാഴദശയാണെങ്കിൽ ആ സമയത്ത് കാഴ്ചയിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ പ്രധാനമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ പൂയം, മനിഴം, മുത്രട്ടാതി ഈ നക്ഷത്ര കുട്ടികൾ അവർ ശനിദശയിൽ ജനിക്കുന്നവരാണ്. പൊതുവേ അവർക്ക് ബാലാരിഷ്ടത കണ്ടുവരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പല വിധത്തിലുള്ള അസുഖങ്ങൾ, ചെറിയ ചെറിയ അസുഖങ്ങൾ. ചില കുട്ടികളെ എടുത്തിട്ട് അമ്മമാർ ഓടേണ്ടി വരുന്നില്ലേ പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്ക്. അതല്ലേ അവരിങ്ങനെ കാത്തിരിക്കുകയല്ലേ. 200 കുട്ടികളെയൊക്കെ നോക്കുന്ന പീഡിയാട്രീഷ്യനുണ്ട്, അറിയാം നിങ്ങൾ. എൻ്റെ തലശ്ശേരിയിൽ എത്രയാണ് ഒരു കുട്ടിക്ക് 400 റുപ്യ വെച്ച് കൂട്ടിയാൽ എത്രയായി? 200 കുട്ടികളെ. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ കുട്ടിക്കൊരു മൂക്കൊലിപ്പ് വരുമ്പോഴേക്ക് അമ്മ തളർന്നു പോവുകയാണ്. സംഗതി ഒന്നുമില്ല, വെറും ഇതാണ് ജലദോഷപ്പനിയാണ് കൊച്ചിന്, പാവം. പക്ഷെ ഇന്നത്തെ കാലത്ത് ആകെ ഒരു കുട്ടിയല്ലേ ഉണ്ടാവൂ, അല്ലെ 2-ലപ്പുറം ഏതായാലും ഇല്ലല്ലോ. എന്നോട് പണ്ടൊരുത്തൻ ചോദിച്ച പോലെ എനിക്ക് 3 കുട്ടികളാണ്. അക്കാലത്തെ ഒരുത്തൻ ചോദിച്ചു, എന്തൊരു ധൈര്യമാണ് 3 കുട്ടികളോ, വല്ലാത്ത ധൈര്യവാൻ തന്നെ നിങ്ങൾ. ഏതായാലും 3നെയും പോറ്റാനുള്ള വഴിയൊക്കെ ദൈവം തന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ, ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ എടുത്ത് ഓടുകയാണ്. അപ്പോൾ ശിശുരോഗ വിദഗ്ധൻ എന്ന പേര് ബോർഡ് വെച്ചിട്ടുണ്ടാവും. അത് പക്ഷേ ഒരു ശിശുരോഗ വിദഗ്ധന് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഈ കുട്ടിക്ക് നാവെടുത്ത് പറയാനാവില്ലല്ലോ. അപ്പോൾ ഈ പശുവിനെയും മറ്റേ മൃഗഡോക്ടറേക്കാളും കഷ്ടമാണ്. മൃഗഡോക്ടർക്ക് പിന്നെ ഈ ആടും പശുവെല്ലാം ചത്തുപോയാലും കുഴപ്പമൊന്നുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ ഡോക്ടറെ കാര്യം ചിലപ്പോൾ അവൻ്റെ സിദ്ധി അവിടെ തന്നെ കൂടും. അപ്പോൾ ഈ ഡോക്ടർക്ക് ഭയങ്കര റിസ്ക്കാണ് ഒരു പരിധി വരെ. കാരണം കൊച്ചിന് നാവെടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ല ശരിയായ ഡോക്ടർക്ക്, ഈ പരിശീലനം കിട്ടിയ നല്ല പീഡിയാട്രീഷ്യന് ഇത് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും. 90%, 99% നിസ്സാരമായിരിക്കും. 1% മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഭയം കൊണ്ട് എടുത്ത് ഓടുന്നതാണ്. ഒന്ന് ക്ഷമിക്കില്ല. കൊച്ചിൻ്റെ കാര്യം ആയതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും പറ്റില്ലല്ലോ. അതാണ് കുട്ടികളെ കാര്യമല്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒറ്റക്കുട്ടി എന്നുള്ള വിഷയം. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് കുട്ടിയായാലും, ഇന്നിപ്പോൾ കാലത്തൊരാൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം 3 വർഷം മുമ്പേ മരിച്ചുപോയ മകനെ ഓർത്തിട്ട് കണ്ണീർ വാർക്കുകയാണ്. ഞാൻ വല്ലാതായി. എന്താ പറയുക, അയാൾക്ക് പിന്നെ 2 ആൺമക്കളാണ്. അതിലൊരു മകൻ 3 വർഷം മുമ്പേ മരിച്ചുപോയി, യുവാവായിരിക്കെ, 10-24 വയസ്സുള്ള പയ്യൻ. പക്ഷെ ഈ അച്ഛൻ ഇപ്പോഴും അതിൽ നിന്നും മോചിതനായില്ല. അതാണ് ഈ പുത്രദുഃഖം ദിനേ ദിനേ എന്നുള്ളത്. പിന്നെ അയാൾ എന്നെപ്പോലും കരയിപ്പിച്ച് കളഞ്ഞു. പുത്രദുഃഖം ദിനേ ദിനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വാക്ക് സത്യമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, സാധാരണ പച്ച മനുഷ്യർക്ക് ഉണ്ടാകുന്നതാണത്. പക്ഷേ ഈ അച്ഛൻ മരിച്ചാൽ മക്കൾക്കൊട്ട് വിഷയവും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അത് പറയുന്നുമുണ്ട് അങ്ങനെ. പിതാദുഃഖം പത്സരെ മാതാദുഃഖം പിന്നെ ഷൾമാസം, ഭാര്യ ദുഃഖം പുനർഭാര്യ, പുത്രദുഃഖം ദിനേ ദിനേ എന്ന് പറയുന്നുണ്ട്. അതായത് അച്ഛൻ മരിച്ചാൽ 1 കൊല്ലം,
അമ്മ മരിച്ച 6 മാസം ദുഃഖം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് വിട്ട് കളയും. എല്ലാവരും അല്ല, എല്ലാവർക്കും കഴിയില്ലേ, എങ്കിലും മഹാഭൂരിപക്ഷവും പ്രായമൊക്കെ ആയ ആളാണ് മരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് വിട്ടു. പിന്നെയോ ഭാര്യ ദുഃഖം പുനർഭാര്യ. കല്യാണം ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭാര്യയെ കഴിക്കുന്നവരെ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അർത്ഥം ഭയങ്കരമായിട്ടുണ്ട്. ഒറിജിനൽ സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ പിന്നെ കഴിക്കില്ല എന്നർത്ഥം. 41 ദിവസം കഴിഞ്ഞാൽ കഴിക്കുന്ന ആളുണ്ടല്ലോ, ഭാര്യ ദുഃഖം പുനർഭാര്യ. പെട്ടെന്ന് തന്നെ ഒരുത്തിയെ ഇങ്ങോട്ട് കഴിച്ചു കൊണ്ടുവന്നു, ദുഃഖവും തീർന്നു. പിന്നെയോ പുത്രദുഃഖം ദിനേതിന്. മകൻ മരിച്ചു കഴിഞ്ഞാൽ അത് ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അത് യോഗത്തിൽ ഏറ്റവും മോശപ്പെട്ട യോഗമായിട്ട് പുത്രമരണത്തെ പറയുന്നു. പുത്രമരണം പോലെ ദുഃഖകരവും പുത്രജനനം പോലെ സുഖകരവും വേറെ ഒന്നില്ലെന്ന് ഒരു പ്രമാണവുമുണ്ട്. ഒരു കോളുണ്ട്, അതിനുശേഷം ഇതിലേക്ക് വരാം. ഹലോ 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 സാർ, നമസ്കാരം. നമസ്കാരം. എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് പെരുമാച്ചേരിയാണ്. ഉണ്ണികൃഷ്ണൻ എന്ന പേര്. പേരൊന്നും വേണ്ട, പെരുമാച്ചേരി. ഓക്കെ, പറയൂ, ഡേറ്റ് പറയൂ. ഡിസംബർ 11, 1977 രാവിലെ 7:50. നക്ഷത്രം മൂലം. നക്ഷത്രം മൂലം. എന്താണ് പെരുമാച്ചേരിക്കാരൻ അറിയേണ്ട വിഷയം? വെച്ചാല് ജോലിന്റെ ഒരു പ്രശ്നമുണ്ട്. ജോലി ഒരു സ്ഥിരമായിട്ട് ആയിട്ടില്ല. സ്ഥിരമായിട്ട് ഇനിയും ആയില്ലെങ്കിൽ ഇത് എപ്പോൾ ആവുക എന്നുള്ള ഒരു വിഷയം ഉണ്ടല്ലോ. വയസ്സ് 46 ആയില്ലേ? അതെ. ഇപ്പം എന്ത് ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ? നമ്മള് ഡ്രൈവറാണ്. ഡ്രൈവർ. അതങ്ങനെ പോകുന്നില്ലേ ഇപ്പം? ഇങ്ങനെ KSRTC-യിലാണോ? അല്ലല്ല, പിന്നെ ഇങ്ങനെ ഇടക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകും, അത്ര തന്നെ. ശരി. അതൊന്ന് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ലേ ഒരു സ്ഥിരം പണിയൊക്കെ? ഇല്ല, അങ്ങനെ ഒരു എന്തോ ഒരു മനസ്സിന് ധൈര്യം ഇല്ലാതെ പോലെ. അതെ, ശരി. മനസ്സിന് അങ്ങനെ നിങ്ങളെ ജാതകം കൊണ്ടൊന്നും അങ്ങനെ ഒരു ഇതൊന്നും അല്ലല്ലോ. എന്താണ് നിങ്ങളുടെ മനസ്സിന് ധൈര്യമില്ലായ്മ പറയുന്നത് നിങ്ങൾ? അതൊരു സുഖമില്ല, ഒരു എന്തോ ഒരു എവിടെയോ ഒരു പിടിച്ചു വെക്കും പോലെ. ശരി. ഒന്നും അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുന്നില്ല അല്ലേ മുമ്പിലെ റൂട്ട് അല്ലേ? ഇല്ല ഇല്ല. അതെ. വിദേശത്ത് പോകാനൊന്നും ശ്രമിച്ചില്ലേ? വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു മുന്നേ. പിന്നെ എന്നിട്ട് അതെല്ലാം ഒഴിവാക്കിട്ട് പിന്നെ വന്നതാ. ഇപ്പൊ ഈ കാഴ്ചക്കുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പം പറയേണ്ടത് അല്ലേ? കാഴ്ചയിൽ നല്ല സുന്ദരനും യോഗ്യനുമാണല്ലോ. അതെ അതെ അതെ. അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ? അതെ അതെ. ഭാര്യയായിട്ടും നല്ല ബന്ധം കാണുന്നുണ്ട്. അതെ അതെ. അതും നല്ല സ്നേഹമായിട്ട് ഉള്ളതിനെ കൊണ്ട് ഉള്ളത് പിന്നെ കാച്ചി കുടിച്ചിട്ട് നിങ്ങൾ ജീവിക്കാൻ അറിയുന്ന ഭാര്യയാണ്. വലിയ കാര്യവുമാണ് നിങ്ങൾ. അത് 2 ഘടകങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് അനുകൂലമായിട്ടുള്ളത്. ബാക്കിയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ വളരെ മോശമാണല്ലോ. അതെ അതെ. ഇപ്പോൾ എന്താണിപ്പോൾ ഇനി സമയം ഇപ്പം നടക്കുന്നത് ചൊവ്വയിൽ ബുധൻ്റെ അപഹാരമാണ്. ഇപ്പം അനുകൂലമായ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും വരില്ല. നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക. ദൈവാനുഗ്രഹമുള്ള ജാതകക്കാരനാണ്. പിന്നെ നിങ്ങൾ പൊതുവേ നല്ല ഒരു മനുഷ്യനുമാണ്, ദയൊക്കെ ഉള്ളൊരുത്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അനാവശ്യമായ ഭയമൊക്കെ നിങ്ങൾ തന്നെ വെച്ച് പുലർത്തുകയാണ്. അതിനിപ്പോൾ എന്താണ് മരുന്നെന്ന് അറിയില്ല. പിന്നെ നിങ്ങളെ എല്ലാവർക്കും വലിയ കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം അതൊന്നും ഇല്ല? അങ്ങനത്തെ പ്രശ്നമില്ല. ലോങ്ങൊക്കെ ഓടിക്കും? പ്രശ്നമില്ല. ദൂരയാത്രയൊക്കെ പോകാറുണ്ട്? ഉണ്ട്. ശരി. അപ്പോൾ ഇത് പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിൻ്റെ അവസ്ഥ തന്നെയാണോ? അങ്ങനെ ഒരു ഇതൊന്നും ഈ ജാതകത്തിൽ കാണുന്നില്ല. ദൈവം കൈവിടാതെ ഒരുത്തൻ്റെ ജാതകം തന്നെയാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊരു വണ്ടി എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടാൻ നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടം കിട്ടും, പണി കിട്ടും, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഞാൻ എന്തെങ്കിലും കാണാതെ നിങ്ങളെ വെറുതെ കുഴി ചാടിക്കില്ല. നിങ്ങൾ ധൈര്യസമേതം നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക.
ശരി സർ. അത് മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ഓക്കെ, ശരി സർ. ദേവി രക്ഷിക്കട്ടെ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ആധാരഭൂത ജഗതസ്ഥമേകാ മഹീസ്വരൂപേണ യഥസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതിയാതു യത് അപ്യായതേ കത്സനമലങ്ക്യവീരേ എന്നാണ് ദേവി മഹാത്മ്യം 11-ാം അധ്യായം 3-ാമത്തെ പ്രധാന ശ്ലോകമാണത്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്നത്, അതായത് പ്രകൃതി ദേവി, പ്രകൃതീശ്വരി. അതിൻ്റെ പറയുമ്പോഴാണ് നമ്മളെ കൊട്ടിയൂർ പ്രകൃതിയുടെ ഉത്സവം, മഴയുത്സവം, അല്ലെങ്കിൽ എന്താ കൊട്ടിയൂരെ പ്രത്യേകത അറിയാലോ. ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രകൃതി മാതാവ് ശരിക്കും അത് കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം തന്നെയല്ലേ. തിരുവഞ്ചേരിയിലെ ജലത്തിൽ കൂടെ നടക്കുമ്പോൾ അത് ജലമായിട്ട് ഈ പ്രപഞ്ചത്തെ അനുഗ്രഹിക്കുന്നതും ദേവി തന്നെയാണെന്ന് ഈ ഇതിൽ തന്നെ 2-ാമത്തെ വരിയുടെ അർത്ഥം അതാണ്. ദേവി ഭൂസ്വരൂപിയായതുകൊണ്ട് ജഗത്തിന് മുഴുവൻ ആധാരയാണ്. അതായത് ഈ ഭൂമിദേവി എന്ന് പറയുന്നില്ല, അത് തന്നെ അങ്ങനെയാണ് ഇവിടെ ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത്. പ്രപഞ്ചമാതാവ് അല്ലെങ്കിൽ ഭൂമിദേവി എന്ന് പറയുന്നു. ഇത് പുരാണത്തിലും പറയുന്നുണ്ടല്ലോ. വിഷ്ണുവിൻ്റെ 2 പത്നികൾ, ഒന്ന് ലക്ഷ്മി ദേവിയും ഒന്ന് ഭൂമിദേവിയും. അതാണ് ശ്രീധര. ധര എന്ന് പറഞ്ഞാൽ ഭൂമി, ശ്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി. അതുകൊണ്ട് ശ്രീധരൻ എന്ന് പേര്. പിന്നെ വിഷ്ണുവിന് ശ്രീധരൻ എന്നൊരു പേരുണ്ടല്ലോ. കേശവൻ, നാരായണൻ, വാസുദേവൻ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ദാമോദരൻ, ദാമം കൊണ്ട് ഉദരത്തിന് കെട്ട് വന്നത് കൊണ്ടാണ് അമ്മ ഉരലിന് പിടിച്ച് കെട്ടിയതാണ് ദാമോദരൻ. ദാമോദരൻ എന്ന പേര് വരുന്നത്. അപ്പോൾ ഇത് ഓരോ പേര് വരുന്നതിനൊക്കെ ഓരോ കാരണം ഉണ്ടാകും, വെറുതെ അല്ല. അപ്പോൾ ശ്രീധരൻ അങ്ങനെ. അപ്പോൾ ഭൂമിദേവി യുടെ ഭൂമി മാതാവ് അല്ലെ അതാണ് ദേവിയെ ഇവിടെ അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത്, ഭൂസ്വരൂപ. അപ്പോൾ അമ്മ ദേവി ഭൂസ്വരൂപിയായതുകൊണ്ട് ജഗത്തിന് മുഴുവൻ ആധാരമായിട്ട് നിൽക്കുന്നു. ആ ഭൂമിയാണല്ലോ എല്ലാത്തിനും ആധാരം. അല്ല, ഇപ്പം പറയുന്ന കേൾക്കുന്നു വേറെയും ഭൂമിയല്ലാതെ വേറെയും ജനവാസമുള്ള സ്ഥലങ്ങളുണ്ട്, അതിലേക്ക് വൈകാതെ എത്തിപ്പെടുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആർക്കും അറിയില്ല. ഏതായാലും നമ്മളെ അറിവിൽ തൽക്കാലം ഇപ്പം ഭൂമി മാത്രമേ ഉള്ളൂ. അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അടിച്ചളക്കുന്നുണ്ട്. നമുക്കതിനൊന്നും വലിയ നാസ പോലും അത് കൺഫേം ചെയ്യാത്തത് കൊണ്ട് നമുക്കതൊന്നും വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റാത്ത കാര്യമാണ് പൂർണ്ണമായിട്ട്. പക്ഷേ എന്തൊക്കെയോ ചില കാര്യങ്ങൾ എന്തൊക്കെയോ എനിക്കൊന്നും കാണാൻ കഴിയില്ല, ഞാനൊക്കെ വടിയായി പോവും. ഇപ്പോൾ ഉള്ള എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പലതും കാണേണ്ടി വരും. പലതും ഈ പ്രപഞ്ചം അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗേ അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മളൊന്നും കഥ കണ്ടവരൊന്നും അല്ല, ഇനിയും കഥ കാണാനുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അത് സയൻറ്റിഫിക്കായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെ. സയൻറ്റിഫിക് ടെമ്പർ വേണമല്ലോ, അതില്ലെങ്കിൽ നമ്മൾ വെറും പഴഞ്ചനായി പോവില്ലേ. അപ്പോൾ ആ ടെമ്പർ ഉണ്ടെന്ന് കൂട്ടിക്കോളി. അപ്പോൾ ആ ടെമ്പറിൻ്റെ പുറത്താണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. വായന, അറിവ്, നമ്മളേതായ രൂപത്തിൽ നമ്മളും അറിവ് സമ്പാദിക്കാൻ നോക്കണ്ടേ. അപ്പോൾ ഞാനും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്ന എന്തൊക്കെയോ വരും കാലങ്ങളിൽ പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ ഈ AI ഒന്നും നമ്മൾ പണ്ട് ചിന്തിച്ച പോലും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റാതെ പലതും ശാസ്ത്ര മേഖലയിൽ വരുന്നു. സയൻസിൻ്റെ പുതിയ നീക്കങ്ങൾ, അത് പുതിയ ലോകത്തെ കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും വരാനിരിക്കുന്നു.
വരുന്ന ഒരു 1/4 നൂറ്റാണ്ട് കൊണ്ട് പല പല അത്ഭുതങ്ങളും പ്രപഞ്ചത്തെ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ പണ്ട് ശ്രീനിവാസനോട് നെടുപിടി വേണു പറഞ്ഞ പോലെ ഇത് ചെറിയ ബുദ്ധി അല്ലടാ എന്ന് പറഞ്ഞില്ല, അതേപോലെ ചെറിയ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പോലും നമുക്കൊക്കെ ഏതാണ്ട് ഒന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ വലിയ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, സയൻറ്റിസ്റ്റുകളൊക്കെ, അവരൊക്കെ അതിനു വേണ്ടിയുള്ള അക്ഷീണ യത്നത്തിലാണ്. അപ്പോൾ ഏതായാലും ഇപ്പം നമ്മളെ മുമ്പിൽ ആധാരമായിട്ട് ഭൂമിയാണ്. ആ ഭൂമി ദേവിയാണ്, പ്രകൃതി ഈശ്വരിയാണ്, സാക്ഷാൽ പരാശക്തി എന്നാണ് ഈ മന്ത്രം അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ലംഘിക്കാൻ കഴിയാത്ത വീര്യമുള്ളവളായ ദേവി ജലസ്വരൂപിണിയായ ജഗത്തിനെ മുഴുവൻ പുഷ്ടിപ്പെടുത്തുന്നു. അതാണ് വരികളുടെ അർത്ഥം. എന്താ ലംഘിക്കാൻ കഴിയാത്ത വീര്യം, ആർക്കും അലംഘനീയമാണ്, ലംഘിക്കാനാവില്ല. അതുകൊണ്ടാണ് ജലസ്വരൂപിണി. അതങ്ങനെ പിന്നെ ശരിക്കും അതിൻ്റെ ഞാൻ കഴിഞ്ഞ 10-18 വർഷമായി സ്ഥിരം പോകുന്നൊരു സ്ഥലമുണ്ട്, കാവേരി, തലക്കാവേരി. അവിടെ ദേവി ജലരൂപം പൂണ്ടതായിട്ടാണ് വിശ്വാസം, ഭക്തരുടെ വിശ്വാസമാണ്. ഞാനവിടെ പോയിട്ട് സ്ഥിരമായിട്ട് തീർത്ഥം കൊണ്ടുവന്നിട്ട് എൻ്റെ ദേവിയെ അഭിഷേകം ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവിടെ ഈ ഒരു തുലാപ്പത്തിന് ഇങ്ങനെ പ്രത്യേക തുലാസംക്രമത്തിന് അവിടെയുള്ള ഒരു പൊഴിയിൽ ദേവി സാന്നിധ്യപ്പെടുന്നതായിട്ട് പറയപ്പെടുന്നു. അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് അതിന് പ്രത്യേകത കാണുന്നുണ്ട്. എന്തായാലും അത് ഈ പറഞ്ഞ പോലെ പിന്നെ കളവൊന്നും അല്ല, അത് ഈ കുമിളകൾ വരുന്നതൊക്കെ നമുക്ക് തന്നെ നഗ്നനേത്രങ്ങളെ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും, അതിൽ കള്ളത്തരമൊന്നുമില്ല. അപ്പോൾ ഇത് ദേവി ജലരൂപം പൂണ്ടിട്ട് കാവേരിയുടെ ഉത്ഭവസ്ഥാനമാണ് തലക്കാവേരി. അവിടെ പിന്നെ ജലരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ജലത്തിന് ആധാരം, ജലമില്ലെങ്കിൽ എല്ലാം പോയില്ലേ. ഇപ്പം പിന്നെ 10 ദിവസം മുമ്പേ ഉള്ള നമ്മുടെ അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? 10 ദിവസം മുമ്പേ ജലമെല്ലാം പറ്റി വരണ്ട് ഒരു വരൾച്ചയുടെ ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും മഴ വന്നു. ആ മഴ ഭൂമിയെ കുളിർപ്പിച്ചു, നമ്മളെ തണുപ്പിച്ചു. നമ്മൾ 10 ദിവസം മുമ്പുള്ള മാനസികാവസ്ഥയല്ല, അതാണ് മനസ്സിൻ്റെ അവസ്ഥ പോലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം രാത്രി പിന്നെ മഹാഭൂരിപക്ഷത്തിനും ഇപ്പോഴും AC ഇല്ലാത്ത ലോകമാണ്. പ്രത്യേകിച്ചിട്ടും ഇത് മറ്റേ എന്താണ് ജാനുവരുത്തി പറഞ്ഞതുപോലെ ഇതൊന്ന് ഈ കണക്ഷനൊന്ന് വിടിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലെയാണ്. അതായത് സർക്കാരിൻ്റെ പെൻഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ AC വാങ്ങിച്ചുകൂടാ എന്നൊരു നിയമമുണ്ട് പോലും. ഞാനത് ഇപ്പോഴാണ് ജാനുവരുത്തി പറഞ്ഞിടത്ത് അറിയുന്നത്. വലിയ വിഷമം തോന്നി. അത് സർക്കാർ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കാം. കാരണം ജാനുവരുത്തിയുടെ അത് അത്ര വൈറലായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരു മകൻ കുറച്ച് സാമ്പത്തികം ഉണ്ടെങ്കിൽ അവനൊരു AC മേടിച്ച് കൊടുത്താൽ അത് അച്ഛനും അമ്മക്കും വീട്ടിൽ വെക്കാൻ പറ്റില്ല, പെൻഷൻ കട്ടായി പോകുമെന്ന് പറഞ്ഞാൽ വലിയ സങ്കടം തന്നെയല്ലേ. അപ്പോൾ ഏതെങ്കിലും നല്ല മക്കളുണ്ടെങ്കിൽ ആ കിടക്കട്ടെ അച്ഛന് ഒരു AC അല്ല അമ്മക്കൊരു AC എന്ന് വിചാരിച്ചാൽ അത് വീട്ടിൽ കൊണ്ടേ വെച്ചാൽ അയാളുടെ പെൻഷൻ പോവുക എന്ന് പറഞ്ഞാൽ അത് അന്യായമായ ഒരു നിയമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജാനുവരുത്തി പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിയമമൊക്കെ വേണ്ടാതെ നിയമങ്ങൾ തിരുത്തുക തന്നെ വേണം. നിയമം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ഈ മഹാഭൂരിപക്ഷത്തിന് ഇപ്പോൾ AC ഇല്ല. അപ്പോൾ ഈ പുകഞ്ഞുകൊണ്ട് ഉറക്കമില്ലല്ലോ. ഇപ്പം കിടക്കുകയല്ലേ വേണ്ടു, ഉറക്കമായല്ലോ. അതല്ലേ എൻ്റെയൊക്കെ ഡയലോഗൊക്കെ മാറുന്ന കാണുന്നില്ലേ. കാരണം എന്ന് പറഞ്ഞാൽ AC ഇട്ടാൽ പോലും ആ കാലാവസ്ഥ ചേഞ്ച് വരുമ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ ഈ ഉറക്കം നന്നായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നിദ്ര, നമ്മൾ 7 ദിവസം നിദ്ര പോയി കഴിഞ്ഞാൽ ഭ്രാന്തായല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഈ ഉന്മാദം
അത് നിദ്രയില്ലായ്മ അത് വലിയ കുഴപ്പമുണ്ടാക്കും. അപ്പോൾ അവരുടെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലൊക്കെ പരിവർത്തനം വരും. ആളെയൊന്നും പേരൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒരാളൊരു വട്ടായ പോലെയാണ് കളിക്കുന്നത് വർത്താനമൊക്കെ. ആളെ പേര് പറഞ്ഞാൽ കുഴപ്പമായി പോകും. അപ്പോൾ എന്താണ് സംഭവം? അയാൾക്ക് ഉറക്കമില്ല. അത് അയാളുടെ പ്രകൃതത്തിൽ മനസ്സിലാക്കാൻ കഴിയും, ഉറക്കമില്ലാത്തവൻ്റെ പ്രകൃതം. അപ്പോൾ ഉറക്കമില്ലാതെ ഒരു വ്യക്തി കുറേ ദിവസം തുടർച്ചയായിട്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മാനസിക നില അപകടത്തിലേക്ക് പോകുന്നു. വളരെ യാഥാർത്ഥ്യമാണ്. സൈക്കോളജിസ്റ്റുകൾ അണ്ടർലൈൻ ചെയ്ത് പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല. അത് ചില ആളുകൾക്ക് 3 ദിവസം ഉറക്കമില്ലാതായാൽ തന്നെ ബാധിക്കാൻ തുടങ്ങും. ചിലർക്ക് 7, 14 അങ്ങനെ അങ്ങോട്ട് പോകും. എന്തായാലും ഏതോ ഒരാളെ കൊണ്ട്, വർഷങ്ങളായിട്ട് ഉറങ്ങാത്ത ഒരാളെ കൊണ്ട് ഞാൻ ഇതിനിടെ വായിച്ചിരുന്നു. അതേപോലെ അത് എന്തോ ഒരു അപൂർവ ജന്മം എന്നല്ലാതെ അങ്ങനെയുള്ളതിന് പറയാനില്ല. ബാക്കിയുള്ള നോർമൽ മനുഷ്യന്മാരൊക്കെ 7 ദിവസം ഉറക്കമില്ലാണ്ടായാൽ തന്നെ ബട്ടിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. അങ്ങനെ നേരിട്ട് അറിഞ്ഞ 2-3 കേസ് എനിക്കുണ്ട്. മാരാരോഗം ബാധിച്ചിട്ട് ഞാൻ മരിച്ചു പോവല്ലോ എന്ന ഭീതിയിൽ മേലോട്ട് കണ്ണും തുറന്നിരുന്ന് അവസാനം വട്ടായിപ്പോയ ആൾക്കാരൊക്കെ എനിക്ക് നേരിട്ടറിയാം. കുറേ അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറേ കൊല്ലമായാലും ഞാനും ഭൂമിയിൽ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റും ഉറക്കം എത്രമാത്രം ആഹാരം പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് നിദ്ര. അത് പിഴച്ചു പോയാൽ കുഴപ്പമായി. അപ്പോൾ ഇപ്പം നമ്മൾക്കെല്ലാവർക്കും നന്നായി ഉറങ്ങാൻ കഴിയുന്നുണ്ട്, AC ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ. അത് പ്രകൃതി മാതാവിൻ്റെ ക്ലൈമറ്റിൽ വന്ന ചേഞ്ച് അതാണ് കാരണം. എവിടെ കിടക്കുന്ന മനുഷ്യനായാലും, കൊട്ടാരത്തിലായാലും കുടിലായാലും പിന്നെ ഇതിൻ്റെ സ്വാധീനം എല്ലാവരിലും ഒരുപോലെ ഉണ്ടല്ലോ. അതാണ്, അതുകൊണ്ടാണ് പ്രകൃതി മാതാവ് അങ്ങനെ കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി അടുപ്പിച്ച് ഈ ചൂട് അങ്ങോട്ട് പോയെങ്കിൽ, 1 മാസം കൂടി പോയെങ്കിൽ ഇവിടെ പലരും കുഴഞ്ഞ് വീഴുമായിരുന്നു. ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഹൈദരാബാദിൽ പോയ ഷാരൂഖ് ഖാൻ ആശുപത്രിയിലായി പോയില്ലേ, 44 ഡിഗ്രി ചൂട് വന്നു, അയാൾ അഡ്മിറ്റായി, അയാൾ സൂര്യാതാരം ഇതടിച്ചു. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, സൂര്യാഘാതം ഏറ്റിട്ട് അയാൾ ആശുപത്രിയിലായ. ഏത് ഷാരൂഖ് ഖാൻ? പണ്ട് പിന്നെ രജനീഷ് പറഞ്ഞ പോലെ മമ്മൂട്ടി ആയാലും മാർപ്പാപ്പ ആയാലും സിംഹത്തിന് ഒരു കഷ്ണം ഇറച്ചി മാത്രമാണെന്ന് പറഞ്ഞ പോലെ അത് ഓഷോയുടെ വാക്കാണ്. അതേപോലെ മാർപ്പാപ്പ പോലും മമ്മൂട്ടി പോലും ആരായാലും എന്താ സിംഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കഷ്ണം ഇറച്ചി മാത്രമാണ്. ഷാരൂഖ് ഖാൻ 1000 കോടി ക്ലബ്ബിൽ 2 പടം ഇപ്പോൾ അടുത്ത കഴിഞ്ഞ 6 മാസം കൊണ്ട് അയാളുടെ 2 പടം 1000 കോടി ക്ലബ്ബ് കയറിയതാണ്. ഭയങ്കരനാണ്. പക്ഷേ സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി കിടക്കാനല്ലാതെ രക്ഷയില്ലല്ലോ. അപ്പോൾ അതേപോലെ അപ്പോൾ കാലാവസ്ഥ എല്ലാവരെയും, പാമരനെയും പണ്ഡിതനെയും പണക്കാരനെയും ദരിദ്രനെയും ഒക്കെ ബാധിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് നല്ലവണ്ണം ഉറക്കം കിട്ടുന്ന സമയമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് നമ്മളുടെ പിന്നെ പ്രവൃത്തിയിലൊക്കെ ബാധിക്കും. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, ജലസ്വരൂപിണിയായും ദേവി ഭൂമിക്ക് ആധാരമായി പ്രവർത്തിക്കുന്നു. ഒപ്പം ദേവി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവ്. ഭൂമി ദേവിയായിട്ട് പരാശക്തി നമ്മളെ നമുക്ക് ആധാരമായി നിൽക്കുന്നു. അതിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയോട് നമ്മൾ അന്യായം കാണിക്കരുതെന്ന് പറയുന്നത്. ഭൂമിയിൽ ഇങ്ങനെ പിന്നെ മാലിന്യക്കൂമ്പാരങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ ഭൂമിദേവി കോപിഷ്ഠയാവും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേപോലെ അന്തരീക്ഷ മലിനീകരണങ്ങളൊക്കെ കൂടിയിട്ട് അവസാനം ഭൂമി വാസയോഗ്യമല്ലാതെ ആയിത്തീരുക. അതുകൊണ്ടാണ് ഒരു വലിയ സുപ്രസിദ്ധമായ പാട്ട് ഇപ്പോഴും യൂട്യൂബിൽ ഹിറ്റല്ലേ, ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ഉള്ളേ. അതിന് കണക്കായിട്ടൊരു ചെറുപ്പക്കാരി വന്നത് ആ പാട്ട് പാടുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ട്രെൻഡായിട്ട് നിൽക്കുകയാണ് യൂട്യൂബിൽ. അപ്പോൾ ഇനി നമ്മൾക്ക് മാത്രം വസിച്ചാൽ പോരല്ലോ, ഓരോ തലമുറയും കഴിഞ്ഞു പോയിട്ട് പിന്നെയും വേണ്ടേ. അങ്ങനെ ഇപ്പം കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് ഇത്
കംപ്ലീറ്റ് ഭൂമിയെ നശിപ്പിക്കുന്ന പണിയാണല്ലോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയും കോപിക്കുന്നത്. ആമസോൺ കാടുകൾ കത്തിയെരിയുമ്പോൾ അമേരിക്കക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാർക്കൊന്നും ഈ പ്രകൃതി മാതാവ് കോപിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭയങ്കരന്മാർ അമേരിക്കക്കാരായിട്ടല്ലേ വിശ്വാസം. പക്ഷെ അവർക്കും കാട്ടുതീയോടോ വെള്ളപ്പൊക്കത്തിനോടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓടി രക്ഷപ്പെടുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഭൂമി കുലുക്കം, അതിനോട് വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മാതാവ് തന്നെ നമ്മളെ കാത്തു രക്ഷിക്കുന്നു. അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് ദേവീ മഹാത്മ്യത്തിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾക്കൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട്. അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേയും കൂടി വിനീതരാകുന്നു. അതുകൊണ്ടാണ് അർത്ഥമറിഞ്ഞുകൊണ്ട് മന്ത്രം ജപിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജപങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ആന്തരികാർത്ഥം ഉള്ളിലേക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം കുറയുന്നു. ഇതൊക്കെ നമ്മളെ മഹർഷിമാർ പറയുന്ന വാക്കിന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ അർത്ഥമറിയാതെ സ്വോത്രം ജപിക്കുന്നവന് ഉത്തരം താങ്ങുന്ന തൂണിൻ്റെ സ്ഥാനമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെച്ചത്. മഹാചാര്യനായ ശങ്കരൻ 1000 വർഷം മുമ്പേ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉത്തരം താങ്ങുന്ന തൂണ്, വെറുതെ ഇങ്ങനെ ഒരു തൂണേ, അത്രമാത്രം. അതുകൊണ്ട് സ്വോത്രമൊക്കെ ചൊല്ലുമ്പോൾ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഏതായാലും നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അതിന് പരിഹാരം ചെയ്യേണ്ടവർക്കും പ്രത്യേകമായിട്ടും അത് പ്രത്യേകം പറയുന്നു. ജ്യോതിഷത്തിലുള്ള ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരങ്ങളിലൂടെ ശമനം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. വിശ്വാസപൂർവം ചില കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമുണ്ടാകുന്നു. 10-28 കൊല്ലത്തെ അഭ്യാസം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല പലർക്കും. പക്ഷെ നമ്മൾ ഒരേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. അത് ആണല്ലോ ഇപ്പോൾ ദേവിയെക്കുറിച്ച് പറയുന്നതിലൊക്കെ പ്രതിഫലിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെന്ന് പറയും, ഞാൻ സന്യാസിയൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുക, ഇതൊക്കെ കോൺക്രീറ്റായ അനുഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻ്റായി സംസാരിക്കാൻ സാധിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് എന്നെ ബന്ധപ്പെടാം. അതേപോലെ ഓൺലൈനായിട്ട് ഫലമറിയേണ്ടവർക്ക് അങ്ങനെയും ബന്ധപ്പെടാം. ഏതിനും ഇവിടുത്തെ ഈ കാണുന്ന നമ്പറാണ് ഉപയോഗിക്കേണ്ടത്, 9388504419. ഏവർക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.